ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് നല്ല അടിപൊളി പൊതിച്ചോറാണ്. അപ്പോൾ ആ ഒരു പൊതിച്ചോറിൽ സാമ്പാറും അവിയലും പച്ചടിയും പിന്നെ അതേപോലെ മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കൊതിയായി. രാവിലെ തന്നെ ഫോൺ നോക്കുന്നത് വലിയ നല്ല ശീലമൊന്നുമല്ല, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷേ ആ പൊതിച്ചോറ് കണ്ടപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹം. നമ്മൾ രാവിലെ എന്തായാലും കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതൊരു വാഴയിലൊക്കെ പൊതിഞ്ഞ് ഒരു പൊതിച്ചോറ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നതിൽ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ കൊഞ്ചനായിരുന്നു കിട്ടിയത്. കൊഞ്ചൻ വറുത്തരച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ അതേപോലെ ചെറിയുള്ളിയും പിന്നെ ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ കറി മുഴുവൻ ഫ്ലോപ്പായി പോകും, പിന്നെ കയ്പ്പടിക്കും. അപ്പോൾ ഇതാ ഈ തേങ്ങയുടെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ ഇതേപോലെ വറുത്തെടുക്കാം. എന്നിട്ടത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. പിന്നെ ഇത് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നേർങ്ങനെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സവാളയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയൊരു തക്കാളി 2 തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കുക. അപ്പോൾ ഇതാ മിക്സായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാ മുളക് പൊടി കുറച്ച്, നമ്മൾ അരപ്പിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പുളിയുടെ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൽ എനിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആ സമയത്ത് ഇട്ട് കൊടുത്തു. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൊഞ്ചന് പകരം മത്തിയൊക്കെയാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കുക. അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മത്തിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അതിലേക്ക് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഉണക്കമുളകും പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ നമ്മൾ ഉണക്ക ചെമ്മീനും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി വന്നാൽ നമ്മൾ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പച്ചമാങ്ങയും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് പച്ചമാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും പിന്നെ ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ ചമ്മന്തി അവിടെ റെഡിയായി. പിന്നെ എന്തെങ്കിലും ഒരു വറവ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് വെണ്ടക്ക കിട്ടി. അപ്പോൾ വെണ്ടക്ക ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചട്ടി കാய்ച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലാവട്ടെ. പിന്നെ ഒരു മുട്ട പൊരിച്ചും കൂടി ആക്കാമല്ലോ, അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ മുട്ട പൊരിക്കുമ്പോൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ അധികം മുട്ട മുറിഞ്ഞു പോകാറുണ്ട്. ഇന്ന് എന്തോ വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും മുറിയാതെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് നേരം ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിന്നതാണ്. അങ്ങനെ പൊതിച്ചോറിനുള്ള ചോറും കറികളൊക്കെ ആയ ശേഷം ഞാൻ വാഴയില നോക്കിയിട്ട് പോയി. അപ്പോൾ കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ നല്ല ഭംഗിയുള്ള വാഴയില കിട്ടി. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി മെയിൻ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ വാട്ടിയെടുത്ത ഇലയിൽ നല്ല ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്തരച്ച കൊഞ്ചൻ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിയും പിന്നെ 2 ഫിഷ് ഫ്രൈ നിർബന്ധമാണ്. പിന്നെ വെണ്ടക്ക വറവിട്ട് കൊടുത്തു. പിന്നെ മുട്ട പൊരിച്ചതും വെച്ച് കൊടുത്തു. പിന്നെ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, അത് ഉമ്മ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പൊതിച്ചോറ് റെഡിയായി. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലുള്ള ആഡംബരങ്ങളൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളിത് പൊതിച്ചോറ് തുറക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.